Tips or Happy Life എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാവയ്ക്ക കറിയാണ്. അതിന് ഞാൻ ഇവിടെ ഒരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അത് ദേ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 15 ചെറിയ ഉള്ളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാള ഓപ്ഷനിലാണ്. അതേപോലെ 3 പച്ചമുളകും പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ സാധാരണ ഞാൻ പറയുന്ന പോലെ എരിവിന് അനുസരിച്ച് ചേർക്കുക. നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, അതേപോലെ തന്നെ ഉലുവാപ്പൊടി അതൊരു 1/4 ടീസ്പൂൺ മതി, കൂടുതൽ വേണ്ട. അപ്പം നമുക്ക് ഒത്തിരി ഒരു കയ്പ്പ് ടേസ്റ്റ് വരും, കൂടി പോയി കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, ഇതാണ് പൊടികൾ വേണ്ടത്. പിന്നെ ഞാനിവിടെ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് താളിക്കാനായിട്ട്. പിന്നെ വാളൻ പുളി, അതൊരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുക്കുക. ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്തിട്ട് ആണ് നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നത്. 2 ഇതിൽ കറിവേപ്പില, 2 3 ഉണക്കമുളക് എടുക്കാം, നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. ഞാൻ സാധാരണ കുക്ക് ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, അപ്പോൾ നമുക്ക് താളിക്കാനായിട്ടൊക്കെ വെളിച്ചെണ്ണ വേണം. പാവയ്ക്ക പുളിങ്കറിയിലേക്ക് ആവശ്യത്തിന് ഒരു ശർക്കര, അതൊരു ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഈ പാവയ്ക്ക ഒരല്പം എണ്ണ ഒഴിച്ച ശേഷം ഇട്ടൊന്ന് വഴറ്റിയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഈ സവാള, പച്ചമുളക്, അതേപോലെ തന്നെ ചെറിയ ഉള്ളി കുറച്ചിടാം. കുറച്ച് നമ്മൾ ബാലൻസ് വെക്കുന്നത് നമുക്ക് ലാസ്റ്റ് താളിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സവാളയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഉള്ളിയും കുറച്ച് ഇതിലേക്ക് ചേർക്കാം. ബാക്കിയുള്ള നമുക്ക് താളിക്കാനായിട്ട് വേണം, അപ്പോൾ അത് കുറച്ച് മാറ്റി വെച്ചിട്ട് ചെയ്യാം. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അതായത് സവാള ഒന്ന് വാടി വരുന്നതാണ് അതിൻ്റെ പരുവം. മല്ലിപ്പൊടി പാൻ ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ച് വയ്ക്കുക. മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി എടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. മുളക് പൊടിയൊക്കെ അവരവരുടെ ആവശ്യത്തിന്, അതുപോലെ നമ്മുടെ മുളകിൻ്റെ എരിവ് അനുസരിച്ച് ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട്. ഞാൻ തീ ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. തണുക്കാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച്, അതായത് ഒരു 3-4 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പേസ്റ്റായിട്ട് എടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ പേസ്റ്റാക്കി വെക്കുക. അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മുളകും മല്ലിയൊക്കെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. പാവയ്ക്ക ഒരു പാതി വേവ് ആയിട്ടുണ്ട്. ഉലുവാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇളക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഉപ്പ് നോക്കുക.
ഉപ്പ് ഒരല്പം കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് എടുക്കുമ്പോൾ നമ്മുടെ കറി റെഡിയാകും. പിന്നെ നമുക്കിനി താളിച്ച് ഒഴിക്കേണ്ടതാണ് ഇനി നെക്സ്റ്റ് ഉള്ളത്. നമ്മളിതിലേക്ക് ശർക്കര ചീവിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇതിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ ഗ്രേവി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം തിളച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കയെല്ലാം വെന്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക പുളിങ്കറി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.